ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ചായി നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസ് അല്ല, വീഡിയോസ് തന്നെ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേയായി. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കംഫർട്ടിൻ്റെ ബോട്ടിലുണ്ടല്ലോ, ഇത് നമ്മൾ ഒഴിഞ്ഞൊരു ബോട്ടിലാണ്, ഒരു ഡിറ്റർജൻറ്റിൻ്റെ ബോട്ടിൽ. അപ്പോൾ ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആക്കി ഇടയ്ക്ക് മാറ്റാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടൊരു ക്രാഫ്റ്റാണ്, എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കംഫർട്ടിൻ്റെ കാല് ബോട്ടിൽ എങ്ങനെ യൂസ്ഫുൾ ആക്കാൻ നോക്കാമല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ലിക്വിഡിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു കവർ പോലത്തെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് വലിച്ച് പറിച്ച് കളയാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ 2 സംഭവങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതായത് നമ്മളൊരു ഫ്ലവർ വേസും അതേപോലെ തന്നെ ഒരു പെൻ ഹോൾഡർ പോലത്തെ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു പെൻ ഹോൾഡർ ഉണ്ടല്ലോ, പെന്നൊക്കെ ഇട്ട് വെക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏത് ഐറ്റം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു ബോട്ടിലുണ്ടല്ലോ, ആ ഒരു ബോട്ടിലിൻ്റെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ഓപ്പൺ ഉള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അത് ഞാൻ കുറച്ച് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നല്ല മൂർച്ചയുള്ള കത്രിക തന്നെ വേണം, കാരണം നല്ല കട്ടിയുള്ള ബോട്ടിലാണ്. ഞാൻ അതിന് കത്രിക കൊണ്ട് പറ്റാഞ്ഞിട്ട് ലാസ്റ്റ് കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ബോട്ടിലുണ്ടായിരുന്ന അതേ ഷേപ്പിൽ തന്നെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരു ഭാഗം താഴ്ന്നിട്ടും ഒരു ഭാഗം ഉയർന്നിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അത് കുറച്ചും കൂടെ ഭംഗിയായിരിക്കുമല്ലോ, ഒരു വെറൈറ്റി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിൽ തന്നെ അത് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം ഇതിന് ബേസായിട്ട് നമ്മൾ മുഴുവനായിട്ട് ആ ഒരു വൈറ്റ് കളർ പെയിൻറ്റില്ല, ആ ഒരു വൈറ്റ് കളർ പെയിൻറ്റ് മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആക്രിലിക്കിൻ്റെ ആ ഒരു പെയിൻറ്റ് എടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഈ ഒരു പുറം ഭാഗത്ത് മുഴുവനായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ഫസ്റ്റ് കോട്ടിംഗ് എന്നുള്ള രീതിക്കാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഇതിന് മേലെ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ അടിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് ആ ഒരു പെയിൻറ്റ് നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇത് നമ്മൾ നല്ല രീതിയിലൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായതുകൊണ്ട് ഞാനിത് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു തുള്ളി പോലും വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, ആ ഒരു പെയിൻറ്റ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഒന്നോ രണ്ടോ കോട്ടിങ് ഈ ഒരു വൈറ്റ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ആദ്യം ഒരു വെള്ള കളർ അടിച്ചിട്ട് അതിൻ്റെ മേലെ അത് ഉണങ്ങിയിട്ട് അതിൻ്റെ മേലെ അടുത്ത കളർ അടിക്കുന്ന ടൈമിൽ നല്ലൊരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ആ ഒരു നല്ല രീതിയിൽ ഈ ഒരു പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം ആ ഒരു ബോട്ടിൽ നമ്മൾ നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു കുപ്പീൻ്റെ അടപ്പുണ്ടല്ലോ, ആ ഒരു അടപ്പാണ് കേട്ടോ. ഇത് നല്ലൊരു ഷേപ്പിലുള്ള ഒരു അടപ്പാണ്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ഫ്ലവർ വേസും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിന് ഞാൻ ആദ്യം തന്നെ ബേസ് പോലെ ഈ ഒരു വൈറ്റ് കളർ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ അപ്ലൈ ചെയ്ത ടൈമിൽ ആ ഒരു പെയിൻറ്റ് നമ്മൾ ബ്രഷ് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു, ഒന്ന് കഴുകിയപ്പം ആ ഒരു പെയിൻറ്റ് കുറച്ച് ലൂസായിപ്പോയി. അപ്പോൾ അത് സ്പ്രെഡ് ആവുന്നില്ല, നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒലിച്ചിറങ്ങുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ബ്രഷ് നന്നായിട്ട് തുടച്ച് നല്ല ഉണക്കി എടുത്തിട്ട് വീണ്ടും കൊണ്ടുവന്ന് ആ ഒരു ഭാഗം നമ്മൾ പുറം ഭാഗം മാത്രം ഇതേപോലെ വെള്ള കളർ വെച്ചിട്ട് നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനും നമ്മൾ ബേസ് എന്നുള്ള രീതിയിലാണ്, ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ വേറെ അടിച്ചെടുക്കണം. അപ്പോൾ ഇതും നമ്മൾ നല്ല രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇടുക്കിലും കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ പെയിൻറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആവാനുണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ ഒരു ഇടുക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അതും നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ. അപ്പോൾ ഇതാ ഒരു 10-20 മിനിറ്റിന് ശേഷം നല്ല രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെയിലത്ത് വെച്ചിട്ടാണ് ഉണക്കി എടുത്തിട്ടോ. അതുകൊണ്ടാണ് 10-20 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം പെയിൻറ്റ് ചെയ്ത് കൊടുത്ത ആ ഒരു വലിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു വൈറ്റ് കളർ നമ്മൾ ആദ്യം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഇതിന് വേണ്ടിയിട്ട് നീല കളറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. എനിക്ക് തോന്നുന്നു നീലനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ റെഡ് ആ ഒരു കളറൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ആ ഒരു കളർ ഉണ്ടായിരുന്നില്ല, നീല ഉണ്ടായിരുന്നു. അപ്പോൾ നീല ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് നീല കളർ ചെയ്ത് വന്നപ്പം എനിക്ക് ഹാർപ്പിക്കിൻ്റെ ബോട്ടിലില്ലേ, ആ ഒരു ബോട്ടിൽ പോലെ തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് ആ ഒരു ബോട്ടിൽ നിന്നും കട്ട് ചെയ്തൊരു പീസ് പോലെ ഉണ്ടായിരുന്നു, കാരണം അത്രയും നല്ലൊരു സിമിലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആദ്യം ആ ഒരു വെള്ള കളർ അടിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു കോട്ടിങ് കിട്ടും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളങ്ങും. ആ ഒരു പെയിൻറ്റിന് മുകളിൽ അടിക്കുന്ന പെയിൻറ്റ് നല്ല തിളക്കം കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും അത് അടിച്ചു കൊടുത്താൽ നന്നായി എന്ന് കരുതി. കണ്ടോ, നല്ല നീല കളർ തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് ആ ഒരു അടിയിൽ വൈറ്റ് കളർ ഉള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അത് നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചു. ഞാൻ വെയിലത്താണ് കേട്ടോ വെച്ചത്. വെയിലത്ത് വെച്ചാൽ നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് കിട്ടും. നമ്മളല്ലാതാണെങ്കിൽ റൂം ടെമ്പറേച്ചർ വെച്ചാൽ ഏകദേശം 1-2-3 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ ഉണങ്ങാൻ വേണ്ടി വെച്ചു. പിന്നെ നമ്മൾ നേരെ ആ ഒരു മൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മൂടിക്ക് കുറച്ചും കൂടി ഡിസൈൻ കൊടുക്കാമെന്നുള്ളതിൽ ഞാൻ ആദ്യം തന്നെ മുഴുവനായിട്ട് ഈ ഒരു റെഡ് കളർ ഉണ്ടല്ലോ, ആ ഒരു റെഡ് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ഈ ഒരു നമുക്ക് ചെടിച്ചട്ടീൻ്റെ കളർ ആ ഒരു രീതിയിൽ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് മെറൂൺ, കാപ്പി അല്ലെങ്കിൽ ഓറഞ്ച് ആ ഒരു കളർക്ക് എന്തെങ്കിലും എടുക്കാം കേട്ടോ. ഓറഞ്ച് ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ഓറഞ്ച് ഉണ്ടായിരുന്നില്ല, അപ്പോൾ റെഡ് വെച്ചിട്ട് ചെയ്ത് കൊടുത്തു. റെഡ് ആണെങ്കിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ആ ഒരു പെയിൻറ്റ് കുറവായിരുന്നു. അപ്പം അത് മുഴുവനായിട്ട് എത്തിക്കണമല്ലോ. അപ്പോൾ അതും നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഡ്രൈ ആവണം. അതിൽ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും നമ്മൾ
മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ആദ്യം ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബോട്ടിൽ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ഞാനത് ക്യാമറ ഓണാക്കി വെച്ചൊന്ന് വെറുതെ വിചാരിച്ചു. ഞാൻ ഈ ഒരു പൂവ് വരയ്ക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത്. അതായത് ഞാൻ വരച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ അവിടെ 1-2 പൂവുകൾ മാത്രം ഞാൻ വരക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഈ ഒരു വൈറ്റ് കളർ ഉണ്ടല്ലോ, വെള്ള കളർ ആക്രിലിക്കിൻ്റെ പെയിൻ്റാണ്. അത് വെച്ചിട്ട് നമ്മൾ പോയിൻറ്റിങ് ബ്രഷില്ല, ആ ഒരു ബ്രഷാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് വെച്ചിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ പോയിൻറ്റിങ് ബ്രഷ് വെച്ചിട്ട് കുറച്ച് പൂക്കളൊക്കെ ഇങ്ങനെ വരച്ചു കൊടുത്തു. ചിലതൊക്കെ അതിനുള്ളിൽ ഇങ്ങനെ ഉള്ളിൽ ഫില്ലാക്കിയിട്ട് അങ്ങനെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ലാസ്റ്റ് വെറുതെ ഇങ്ങനെ വരച്ചതാണ്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ ഈ ഒരു വരക്കുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് 2 ഫ്ലവർ വരക്കുന്നത് ഇതേപോലെ കാണിച്ചു തന്നതാണ്. ശരിക്കും പറഞ്ഞാൽ പിന്നെ വരക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ അതായത് നമ്മൾ അങ്ങനെ കുറച്ച് പൂവുകളൊക്കെ വരച്ച് കൊടുത്തിട്ട് അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മൂടി ഉണ്ടല്ലോ, ആ ഒരു മൂടി റെഡ് കളർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് നല്ല രീതിയിലൊന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിന് കുറച്ചും കൂടെ ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒന്നും ചെയ്തില്ല, ഇതിലങ്ങനെ കൂടുതലൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഒരു കുഞ്ഞു മൂടിയല്ലേ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ അടിയിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടുത്തെ ഓൾറെഡി കുറച്ച് ലൈൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഉള്ള ലൈനും കൂടെ ഞാൻ ഇതേപോലെ വൈറ്റ് കളർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു പോയിൻറ്റിങ് ബ്രഷ് കൊടുത്തിട്ട് അത് ആ ഒരു ഉള്ള ലൈന് നമ്മൾ മുഴുവനായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു. ജസ്റ്റ് എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കണമല്ലോ. റെഡ് കളറാണല്ലോ നമ്മൾ കൊടുത്തത്. അപ്പോൾ വെറും ഒരു റെഡ് കളർ ഒരു ഫ്ലവർ വേസ് കാണുമ്പോൾ നമുക്ക് ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ അതിന് വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു നടുവിലത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തൊക്കെ നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കാം ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ അതും കൂടെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാ രണ്ടും സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പം ഞാനിത് ആ ഒരു മൂടി ഉണ്ടല്ലോ, അത് നമ്മൾ ആ പൂവൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു സംഭവമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടൊരു പൂവായിരുന്നു, നമ്മുടെ ബോട്ടിലും പഴയ തുണികളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു പൂവുണ്ടായിരുന്നു, അത് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ അടുത്തുണ്ടായിരുന്ന പെന്നും കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ബോട്ടിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതായത് നമ്മുടെ ഒരു ഓർഗനൈസറും ഒരു ഫ്ലവർ വേസും കൂടിയാണ് നമ്മൾ ആ ഒരു കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബോട്ടിൽ കൊണ്ടിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഒഴിഞ്ഞ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഐഡിയ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാം.